മോട്ടോർ വാഹന വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി ബസ്സുകളിൽ ചെങ്ങന്നൂരിൽ പരിശോധന നടത്തി. സ്റ്റേജ് ഗ്യാരേജ് വാഹനങ്ങളിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി ബസ്സുകളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ സ്റ്റേജ് ഗ്യാരേജ് വാഹനങ്ങളിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്നും കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധനയാണ് നടന്നത്. പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള നിരന്തരമായ പരാതികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് ബസ്സിൻ്റെ ജീവനക്കാരുടെ ഈ 12 നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് കോട്ട്പ നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളതാണ്. തുടർന്നും കർശനമായ പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണ്. ചെങ്ങന്നൂരിൽ നടന്ന പരിശോധനയിൽ വാഹനങ്ങളിൽ ഘടിപ്പിച്ച നിരോധിത എയർഹോൺ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഡ്രൈവർമാരിൽ ചിലരുടെ പക്കൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി പിഴ ഈടാക്കുകയും ചെയ്തു. സ്റ്റേജ് ഗാരേജ് വാഹനങ്ങളിലെ ഡ്രൈവർ, കണ്ടക്ടർ തുടങ്ങിയവർ മദ്യപിച്ച് വാഹനം ഓടിക്കുക, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക എന്നിവ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് എക്സൈസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നുള്ള ഒരു സംയുക്തമായ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ നടക്കുന്നത്. ക്രമക്കേടുകൾ പരിശോധന വരും ദിവസങ്ങളിലും തുടർന്നതാണ്. ഇന്നിപ്പോൾ 2 കോട്ട്പ കേസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ച് 2 ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി ജയറാം, സി അശോക് കുമാർ, വി ലിജേഷ്, ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം മോഹൻലാൽ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എ അബ്ദുൾ റോഷ്, ഡി പ്രവീൺ രാജ് എന്നിവരും ചെങ്ങന്നൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജീവ്, എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജു, പ്രിവന്റീവ് ഓഫീസർ ബി സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രതീഷ് പി നായർ, ടി കെ രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സന്ദീപ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.